കോൺ സിറ്റി ഒരു തട്ടിപ്പിൻ്റെ ഒരു ലോകമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആരിഷ് ദുരരാജ് ഡയറക്റ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റോറി ആരിഷ് ദുരരാജ് തന്നെയാണ്. ഷോൺ ഡോൾട്ടനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്നത്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു സോങ്ങിലൂടെയാണ്. നല്ല മനോഹരമായ സോങ്. ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. കുറേ തട്ടിപ്പും ഒക്കെ ആയിട്ട് ആ തട്ടിപ്പിലേക്ക് നമ്മളെ ഓരോ ക്യാരക്ടേഴ്സിനെ എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി വളരെ നല്ല രീതിയിൽ ഇവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം റിലേറ്റ് ആവുന്ന രീതിയിലാണ് ഇവരത് എടുത്തു വച്ചിരിക്കുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും വളരെ ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ടാണ് ഇവർ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളുമായി ഇത് ശരിക്കും റിലേറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ട് പോവുകയും പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ട്വിസ്റ്റും കുറച്ച് ത്രില്ലർ എലമെൻറ്റ്സൊക്കെ കൂടിയിട്ട് വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു ക്ലൈമാക്സും ഒക്കെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ മൂവിയിലേക്ക്. ഈ മൂവി കുറച്ച് മുന്നേ തിയേറ്ററിൽ വന്നൊരു മൂവിയായിരുന്നു. ഞാനിത് ഫസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ ആണ് റിലീസാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മൂവി തിയേറ്ററിൽ റിലീസ് ആയതാണെന്ന് പിന്നീടാണ് അറിയുന്നത്. തിയേറ്ററിൽ വർക്കാവാത്തൊരു മൂവിയും കൂടിയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ ദാസ്, അന്നാബൻ, പിന്നെ ഒരു പഴയ നടി ഉണ്ടായിരുന്നു അരുണാചലത്തിലൊക്കെ അഭിനയിച്ച പേര് വടിവു കറസി. അരുണാചൽ എന്ന സിനിമയിൽ ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ആക്ടേഴ്സിനെ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു മൂവിയിൽ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ട് ഈ മൂവിയിൽ കണ്ടത്. വളരെ നല്ല അഭിനയമായിരുന്നു. പിന്നെ അതുപോലെ അർജുൻ ദാസ് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടും തന്നെ നമ്മളെ നിരാശപ്പെടുത്താതെ ഭയങ്കര എൻഗേജിങ് ആയിട്ടൊരു മൂവിയായിട്ടാണ് എനിക്കിത് തോന്നിയത്. യോഗി ബാബു ഇതിലൊരു മെയിൻ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ഒരു ലീഡിങ് ക്യാരക്ടർ തന്നെയായിരുന്നു. ഈ അർജുൻ ദാസിനൊപ്പം നിൽക്കുന്ന അതിൽ മെയിൻ ക്യാരക്ടറാണ് അർജുൻ ദാസ്. അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് യോഗി ബാബു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ പടത്തിൽ ഇന്നാവും. സെക്കൻഡ് ഹാഫ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് കുറച്ച് കണക്റ്റ് ആവാത്ത പോലെ തോന്നി.